ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂർ ദസറ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒന്ന് തന്നെയായിരുന്നു മൈസൂർ ദസറ എക്സിബിഷൻ. ഇത്തവണയും അതുപോലെ ദസറ എക്സിബിഷൻ കൂടാനായിട്ട് വന്നു. പക്ഷേ ഈ തവണ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത്രയും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും കുറേയൊക്കെ ആസ്വദിച്ചു. ഇതൊക്കെ എൻട്രൻസിൽ നമ്മൾ കയറുമ്പോഴേക്കും കാണുന്ന ഡെക്കറേഷൻസ് ആണ്. ഇവിടെ മാത്രമല്ല, മൈസൂർ സിറ്റി ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓരോ ഷോപ്സിൽ കയറാനായിട്ടാണ്. അപ്പോൾ ആദ്യം കയറിയത് ഒരു ബാംഗിൾ ഷോപ്പിലാണ്. രാജസ്ഥാൻ ബാംഗിൾസ് ആണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബട്ട് ഇതൊക്കെ കണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടോ. ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. കുറച്ച് ബാംഗിൾസൊക്കെ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ കയ്യിലെടുത്തിരിക്കുന്ന ബാംഗിൾസ് അതിന് രണ്ടെണ്ണത്തിന് കുട്ടികളുടെയാണ്. അത് 150 റുപ്പീസാണ്. 350 ഉണ്ട്. അതുപോലെ തന്നെ പല കളർ കോമ്പിനേഷൻസിൽ വരുന്നതുണ്ട്. ഒരു ബാംഗിളിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നതുണ്ട്. അതാണ് ഈ ബാംഗിൾസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ಎಷ್ಟು 150 ಇದು 6 8 ಪೀಸ್ कितना 8 ಪೀಸ್ 150 മറ്റേതിനെ ഇത് വേറൊരു വെറൈറ്റി ബാങ്കിലാണ്. ഇത് ഒരെണ്ണത്തിന് 50 റുപ്പീസാണ്. ഇതിൽ വിട്ട് കുറഞ്ഞ് സിംഗിൾ പീസ് ഉണ്ട്. അതിനുശേഷം ഞാൻ വന്ന് ഈ മഗ്ഗൊക്കെ കിട്ടുന്ന ഷോപ്പിലാണ്. ഈ ഒരു മഗ്ഗിന് 10 റുപ്പീസാണ്. 10 റുപ്പീസിനുണ്ട്, 20 റുപ്പീസിനുണ്ട്, 40 റുപ്പീസിൻ്റെ ഉണ്ട്. ഇതുപോലത്തെ 2-3 ഷോപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഈ മഗ്ഗ് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ കയറിയതാണ്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഈ സാധനം കണ്ടു. അപ്പോൾ അവിടുത്തെ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ കത്തിയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയൊക്കെ മൂർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. റോൾ ചെയ്യുമ്പോൾ അനുസരിച്ച് നമുക്ക് കത്തിയുടെ മൂർച്ച കൂട്ടാനാണ് പറഞ്ഞത്. ദസറ ടൈമിൽ മൈസൂർ വഴി പോകുന്നവരാരും ഈ ഒരു മൈസൂർ എക്സിബിഷൻ ദസറ എക്സിബിഷൻ മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ ഇത് ബാമ്പൂന്നുണ്ടാക്കിയ ചെറിയ ബോക്സസാണ്. പല ഷോപ്സിൽ ഞാനിത് കണ്ടിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഷേപ്സിലുള്ളത്. അപ്പം നമുക്ക് ചെറിയ ഇയറിങ്സ്, എന്തെങ്കിലും നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. മൾട്ടി കളർ അതുപോലെ ഇതൊരു ബോട്ടിൽ ബ്രഷാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ബോട്ടിൽ ബ്രഷ് കാണുന്നത്. അതുപോലെ ഇതൊരു വെറൈറ്റി ഷോപ്സ് കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടനെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഇന്ന സാധനം ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് തന്നെ സോപ്പ് ടൈൽസിലൊക്കെ നമുക്ക് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കാണിച്ചു തന്നു. പിന്നീട് നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാൻ പറ്റിയൊരു ബ്രഷാണ് പുള്ളി കാണിച്ചു തരുവാണ്. അതിനുശേഷം ഞങ്ങളെ കാണിച്ചു തന്നത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നൊരു ബ്രഷാണ്. നമ്മൾ സ്പീഡിൽ റബ്ബ് ചെയ്യുവാണെങ്കിൽ കാർപ്പറ്റിലെ നൂല് എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് പെട്ടെന്ന് കിട്ടുമെന്നാണ് ആൾ പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ സ്പീഡിൽ റബ്ബ് ചെയ്യണം, എങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അവർ ഞങ്ങളെ കാണിച്ചു തന്നത് ഹെയർ വാഷ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് ഹെയർ വാഷിങ്ങിന് ഷാമ്പൂങ്ങിനൊക്കെ നല്ല ഈസിയാണെന്നാണ് പറഞ്ഞത്. വീണ്ടും ബോഡി മസാജിങ്ങിന് ഹെയർ മസാജിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വരുന്നൊരു ഐറ്റമാണ്.
ആൾ ഞങ്ങളെ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഇതുവരെ കാണാത്ത കുറേ ഐറ്റംസ് ഈ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കണ്ടൊരു സാധനമാണ് ബാക്ക് വാഷ്. ഇത് കാർ വാഷ് ആട്ടോ. എങ്ങനെയോ ഒരു പ്രത്യേക തരത്തിൽ ഇതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് നമ്മുടെ കരിക്കൊക്കെ മുറിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സാധനമാണെന്ന് പറഞ്ഞാൽ ഡ്രില്ല് ചെയ്ത് നമുക്ക് ഹോളാക്കാൻ പറ്റും ഡയറക്റ്റ്ലി. ഇതൊരു ബോട്ടിൽ ക്ലീനറാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഷോപ്പിൽ കണ്ടു. പിന്നീട് ചെറിയൊരു ഹോട്ട് വാട്ടർ ബാഗ് കാണിച്ചു തരുവാണ്. പിന്നീട് ആദ്യം ഞങ്ങളെ കാണിച്ചു തന്ന സോപ്പ് ഫിക്സ് ചെയ്യുന്ന ഒരു ഐറ്റം കാണിച്ചു തരുവാണ്. അപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ സോപ്പ് അവിടെ ഇരുന്നോളൂ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു വാഫിൽസ് ഒക്കെ കഴിച്ചു. കുറേ നടന്ന് കഴിഞ്ഞപ്പോൾ പാലക് ദോശയൊക്കെ ട്രൈ ചെയ്തു. വീണ്ടും പോയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു. ഒരുപാട് പിക്കിൾസ് ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ കുറേ പിക്കിൾസ് ട്രൈ ചെയ്തു. ട്രൈ ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചത് ഒരു ഡേറ്റ്സിൻ്റെയും ഇമ്മിലിയുടെയും കൂടി ഒരു പിക്കിളാണ്. വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ഷോർട്സ് എടുത്തതാണ് ഇതൊക്കെ.